ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 95, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. സന്ധിൻ ശ്രേയാംസി ഭൂയാംസ്യപി രുചിഭിതയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാച്ച സാന്താ ബഹുവിധഗതയാ കൃഷ്ണദേഭ്യോ ഭവേയുഃ. ത്വം ചാരഖ്യാതസഖ്യേ നനു മഖിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വം ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മദാകേന വാസ്യാൻ. അന്വയം അർത്ഥം. കർമ്മിണാം കർമാധികാരികൾക്ക് രുചിഭിതയ രുചിഭേദത്താൽ ഭൂയാംസി അഭി വളരെയേറെ ശ്രേയാംസി മോക്ഷമാർഗങ്ങൾ നിർമ്മിതാനി നിർമ്മിച്ചിട്ടുള്ളവ സന്ധി ഉണ്ട് കൃഷ്ണ ഭഗവൻ തേപ്യ അവയിൽ നിന്ന് സാന്താഹ അവസാനത്തോടു കൂടിയവയും ക്ഷുദ്രാനന്ദാച്ച നിസാരമായ സുഖത്തോടു കൂടിയവയുമായ ബഹുവിധഗതയ പലതരം ഗതികൾ ഭവേയു ഉണ്ടാകും. ത്വം ച അങ്ങും സഖ്യേ സ്നേഹിതനായ ഉദ്ധവനായിക്കൊണ്ട് ശ്രേയസാം മുക്തി സാധനങ്ങളെ വെച്ച് ഭക്തിയെ ഏകാം ഒന്നിനെ മഹിതതമാം ഏറ്റവും ശ്രേഷ്ഠമായി ആചക്യാത നനു പറഞ്ഞിട്ടുണ്ട്. വിഷയജുഷാം കലു വിഷയങ്ങൾ അനുഭവിക്കുന്നവയും ത്വത്ഭക്ത്യാനന്ദ തുല്യ അങ്ങയുടെ വചനത്തിലുണ്ടാകുന്ന സന്തോഷത്തിനു തുല്യമായ സന്തോഷം കേനവ എന്തുകൊണ്ട് സ്യാൻ ഉണ്ടാകുന്നു. സാരം പൂർവാചാര്യന്മാർ ധർമ്മം കർമ്മം യോഗം തുടങ്ങി മോക്ഷ സാധനങ്ങളായി പലതും പറഞ്ഞിട്ടുണ്ട്. രുചിഭേദമനുസരിച്ച് ജനങ്ങൾക്ക് അതിലൊന്നും സ്വീകരിക്കാം. പക്ഷേ അവയിൽ നിന്ന് ദുഃഖരഹിതമായ ആനന്ദം കിട്ടുകയില്ല. സ്വർഗാദി സുഖങ്ങൾ നശ്വരങ്ങളാണല്ലോ. അതിനാൽ സ്ഥായിയായ ആനന്ദം നൽകുന്ന ഭക്തിയാണ് പരമമായിട്ടുള്ളതെന്ന് ഭഗവാൻ തന്നെ തൻ്റെ ഇഷ്ട സുഹൃത്തായ ഉദ്ധവന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഭക്തന്മാർക്ക് ഭഗവത് ഭജനത്തിൽ നിന്ന് കിട്ടുന്ന സുഖം വിഷയസുഖങ്ങൾ നൽകുകയില്ല. ഹരി ഓം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ത്വം ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമിക ശരദോ വിച്യുദാശസ്യ ചാശാഹാം സർവാസ്യാ സൗഖ്യമയ്യാ സലില കുഹരഗസ്യേവദോയൈകമയ്യാ സോയം കല്ലിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീച്ച ഹൃദ്യാം നാകാംചത്യേതൻ ആസ്താം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേപ്യനീഹ. അന്വയം അർത്ഥം. ത്വത്ഭക്ത്യ അങ്ങയിലുള്ള ഭക്തിയാൽ തുഷ്ടബുദ്ധേ സന്തോഷമുള്ള മനസ്സോടു കൂടിയവനും വിച്യുദാശസ്യ ആശ നശിച്ചവനും ഇഹ ഈ ലോകത്തിൽ സുഖമായി ശരദ ചരിക്കുന്നവനും സലിലകുഹരസ്യ വെള്ളം നിറഞ്ഞ കയത്തിൽ മുങ്ങിക്കിടക്കുന്നവനും തോയൈകമയ്യ ചുറ്റുപാടും ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ ആശ ദിക്കുകൾ സർവാഹ എല്ലാം സൗഖ്യമയ്യ സുഖമുള്ളവയായി സ്യു
ഭവിക്കും. സ്വയം കലു ആ ഭക്തനാകട്ടെ ഇന്ദ്രലോകം സ്വർഗത്തെയും കമലജഭവനം സത്യലോകത്തെയും ഹൃദ്യ മനപ്രീതികരങ്ങളായി യോഗസിദ്ധികളും ന ആകാംക്ഷതി ആഗ്രഹിക്കുന്നില്ല. ഏതത് ആസ്താം അതിരിക്കട്ടെ സ്വയം അനുപതിരേ തനിയെ വരുന്ന മോക്ഷസൗഖ്യേ അഭി മോക്ഷസുഖത്തിലും അനീഹ ആഗ്രഹം ഇല്ലാത്തവനാകുന്നു. ഹരിവും. സാരം സർവേശ്വരനായ ഭഗവാനിൽ പ്രേമരൂപമായി വളർന്ന് ആനന്ദചിത്തനാകുമ്പോൾ വിഷയസുഖത്തിലുള്ള ആശയും അറ്റ് പുത്രമിത്ര കളത്രാദി ബന്ധം കൈവിട്ട് എവിടെയും നിസ്സംഗനായി സഞ്ചരിക്കുമാറാകും. അപ്പോൾ ജലാശയത്തിനുള്ളിൽ മുങ്ങിയവനെ ചുറ്റുപാടും ജലമയമായി തോന്നുന്നത് പോലെ പ്രപഞ്ചമെല്ലാം ആനന്ദരൂപമായി തോന്നും. ഇന്ദ്രന്റെ സ്വർഗവും ബ്രഹ്മാവിൻ്റെ സത്യലോകവും യോഗസിദ്ധികളും മാത്രമല്ല, തനിയെ വന്നു ചേരുന്ന മോക്ഷസുഖം പോലും അവന് അഭികാമ്യമായി തോന്നുകയില്ല. ഹരിവും.